കഴിഞ്ഞ റമദാൻ വ്ളോഗിലൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നോമ്പ് മുറിക്കുക എന്നായിരുന്നു കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്. കാരണം നമ്മുടെ ഇവിടെയൊക്കെ നോമ്പ് മുറിച്ചില്ലേ അങ്ങനെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ അതൊരു സാധാരണ ഇത് തന്നെയാണ്. പക്ഷേ ഈ കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നോമ്പ് മുറിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതിക്ക് വെച്ച് മുറിക്കുന്നതിനാണ്, അല്ലാതെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മൾ ബാങ്ക് വിളിച്ച് ഫുഡ് കഴിക്കുന്നതിന് നോമ്പ് തുറക്കുക എന്നാണ് പറയുന്നതെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അത് കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ പ്രാവശ്യം ആണെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് നോമ്പ് തുറക്കുക അല്ലെങ്കിൽ നോമ്പ് തുറ. ഇപ്പോൾ ക്യാപ്ഷൻ എഴുതുമ്പോഴൊക്കെ ആണെങ്കിൽ പോലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇന്നലത്തെ ഏതൊരു വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു തോന്നുന്നു, നോമ്പ് മുറിക്കുക എന്നുള്ളത് പറഞ്ഞു തോന്നുന്നു. അപ്പോൾ അതിൽ കമൻറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ മുറിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പകുതിക്ക് വെച്ച് മുറിച്ചു എന്നല്ലേന്നൊക്കെ. പക്ഷേ നമ്മുടെ ഇവിടെ അതങ്ങനെ ശീലമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ വന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ രാവിലെ ആയപ്പോഴേക്കും വീണ്ടും അഫീനെ പറഞ്ഞു വിടാനുള്ള തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഇടിയപ്പവും കടലക്കറിയും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു, അതും ഒരു പീസ് ഫ്രൈ ചെയ്ത് അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന് ഉച്ചക്കത്തേക്ക്. പിന്നെ രാവിലെ കഴിഞ്ഞ ദിവസം ആപ്പിളായിരുന്നു കൊടുത്തു വിട്ടത്, അത് പുള്ളിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തണ്ണിമത്തങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴാണെങ്കിലും കഴിച്ചോളും, ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും, അഫിക്കും അതെ നിധിക്കും അതെ ഭയങ്കര ഇഷ്ടമാണിത്. അപ്പം അതാണ് ഇന്ന് വെച്ചിട്ടുള്ളത് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി അവൻ്റെ ബാഗിലാക്കി കൊടുത്തു. അവനൊന്ന് ഫ്രഷാക്കി യൂണിഫോമൊക്കെ ഇടിയിപ്പിച്ച് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടി കണ്ടില്ല, ബാഗ് അവിടെ കൊണ്ടു വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് കാല് കുത്തി കയറ്റുന്നതാണ്. പിന്നെ ഇത് ഉമ്മച്ചിയാണ് ഇന്ന് അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോയത്. അപ്പം നിധിക്കുട്ടി ടാറ്റയൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മച്ചി ടാറ്റ കൊടുക്കുന്നതാണ്. പിന്നെ തുണിയൊക്കെ ഒന്ന് അലക്കി വിരിച്ചു, യൂണിഫോമൊക്കെ അലക്കാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് അലക്കി വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പം നമ്മുടെ വീട്ടിലല്ല നോമ്പ് തുറക്കുന്നത്, ഇന്ന് അമ്മായിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.